പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 3 മിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ്. ഒരു അവസരത്തിൽ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു ജൂതനായ ഒരാളും ഒരു മുസ്ലിമായ ഒരാളും തമ്മിൽ തർക്കമുണ്ടായി. തർക്കം മൂർജിച്ചു, തീരാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഒരാളിൽ നടുക്ക് നിന്ന് പഞ്ചായത്ത് പറയാനുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ. മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, നമ്മൾ മുഹമ്മദ് നബിയുടെ അടുത്ത് പോവാം. മുഹമ്മദ് നബി സത്യം പറഞ്ഞു എന്നുള്ളത് ജൂതനും അഭിപ്രായമുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളുടെ അടുത്ത് പോവുകയും പോകുന്ന സമയത്ത് ഈ മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ മുസ്ലിമാണ്, പക്ഷെ ജൂതനല്ലേ, അപ്പം എൻ്റെ ഭാഗ്യ റസൂല് പറയും എന്നാണ് അയാൾ മനസ്സിലാക്കിയത്. റസൂലിന്റെ അഭിപ്രായം പറഞ്ഞു, തെറ്റ് നിന്റെ അടുത്താണ്, ജൂതൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല. മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, നമ്മൾ അബൂബക്കറിന്റെ അടുത്ത് പോയി നോക്കുക. അവിടെ പോയി അബൂബക്കറിന്റെ അടുത്ത് പോയ സമയത്ത് അബൂബക്കറിനും അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ശരി പറഞ്ഞത് ജൂതനാണ്, നിന്റേതാണ് തെറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവര് ചർച്ച വെച്ചു. ഫാറൂഖ് ഉമറുള്ളാഹിന്റെ അടുത്ത് ചെന്ന് പറയാമല്ലോ. ഉമറുള്ളാഹിന്റെ വീട്ടിൽ ചെന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്താ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ തർക്കമില്ല, ഇന്ന തർക്കങ്ങളാണുള്ളത്, അതിനൊരു പരിഹാരം കിട്ടാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? റസൂലിൻ്റെ അടുത്ത് പോയി റസൂലിൻ്റെ അഭിപ്രായം പറഞ്ഞു, പിന്നെ അബൂബക്കറും അഭിപ്രായം പറഞ്ഞു. അതായത് രണ്ടും തൃപ്തി ആത്തത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫാറൂഖ് ഉമറുള്ളാഹിന് ഞാൻ എൻ്റെ മറുപടി ഞാൻ ഇപ്പം തരാം എന്ന് പറഞ്ഞ് അകത്തൊക്കെ പോയി വാളെടുത്ത് കൊണ്ടുവന്ന് ആ മുസ്ലിം ആ മനുഷ്യൻ്റെ തലക്കൊരൊറ്റ വെട്ട. ആ വെട്ടിൽ തല ഉടനെ വേറിട്ട് മുറ്റത്തേക്ക് തെറിച്ച് കൊന്നു. അപ്പോൾ നാട്ടിലൊക്കെ ചർച്ചയായി. ചർച്ച എന്താണ്? കൊല്ലരുതായിരുന്നു, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ, എന്തെങ്കിലും ശിക്ഷ കൊടുക്കേണ്ടതാണ്, ശിക്ഷ കൊടുത്താൽ മതിയല്ലോ, കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് വന്നത്. ഈ വിഷയങ്ങൾ ചർച്ചയൊക്കെ റസൂൽ എടുത്തു വെച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഉമറിന്റെ നാവിൽ സത്യമുണ്ട്. അപ്പോൾ ഉമർ പറയുന്നതിൽ സത്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹു റസൂലിന് ജിബ്രീലിന്റെ സന്ദേശം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, അതായത് ലാ യൂമിനു അഹദുക്കും, നിങ്ങൾ യഥാർത്ഥ മൂമിനാവുകയില്ല, ഹത്താ യുഹക്കിമൂന ഫീമാ ഷജറ ബൈനക്കും, നിങ്ങളെ ഇടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ റസൂൽ പറഞ്ഞ അഭിപ്രായം, റസൂലിനെ നിങ്ങൾ വിധികർത്താവായി അംഗീകരിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മൂമിനാവുകയില്ല എന്നാണ് ആ പറഞ്ഞ ഹദീസിന്റെ വിവക്ഷ. അതായത് റസൂലിനെ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അള്ളാഹു പറഞ്ഞതാണ്, അത്തൂല്ലാഹു വഅത്തീഉർ റസൂല, അള്ളാഹു റസൂൽ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.